അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ആ ഷാജി, ഒരു നരകത്തിലെ കോഴിയെ വാങ്ങി. ഇല്ലല്ല, കട്ട് ചെയ്തില്ല. കട്ട് ചെയ്യുന്നത് നമ്മുടെ പണിയാണല്ലോ. അതല്ലേ അതിൻ്റെ ഒരു രസം. കുപ്പിയോ? കുപ്പിയൊക്കെ ഇവിടെ ആവശ്യത്തിനുണ്ട്. ഞാനേ ഓഫീസിലെത്തി. നീ ഫോൺ വെച്ചേക്ക്, നാളെ കാണാം. എങ്ങനെ ഓടിച്ചാട് നടന്ന കോഴി, എങ്ങനെ കൊത്തിപ്പറക്കി നടന്ന കുഞ്ഞ. കിടക്കണ കിടപ്പ് കണ്ടിൽ കുമാരനാശാന്റെ കവിതയിലെ വീണ പൂവ് പോലെ. അത് വീണ പൂവ്, ഇത് വീണ കോഴി. നാളെ ഇതുപോലെ കിടക്കാൻ പോകുന്നത് ദേവികയും സിദ്ധാർത്ഥനുമാണ്. ശടാ, ഇതെന്തു പറ്റി? പ്രതീക്ഷിച്ചിരിക്കാതെ കറണ്ട് പോയല്ലോ. അപ്പുറത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, പിന്നെ ഇവിടെ മാത്രം എന്തു പറ്റി? ഇത് ഏവന ഊരിയിട്ടതാണല്ലോ. ആരാണ് നീയൊക്കെ? ഞാൻ കുഞ്ഞാട്, ഇവൻ കോലാട്. കേടൊന്നും പിടയ്ക്കാതെ നടേശൻ സാറേ. ചെന്തങ്ങിന്റെ കരിക്കൊണ്ട് ഒരു ചെറിയ പ്രയോഗമുണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. നടേശൻ സാറേ, ഇനി അൽഫാം മേടിച്ചാലും ഷവായി മേടിച്ചാലും അത് പെരിപെരി ആയിരിക്കണം കേട്ടാ, എങ്കിലേ ഇടി എരിപൊരി ആവത്തുള്ളൂ. ഹലോ, ആ സിദ്ധു. ഫോൺ ബെല്ലടിച്ച് തീരാറായിട്ടും എടുക്കാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഉറങ്ങി കാണുമെന്ന്. ഉറങ്ങാനോ? കൊള്ളാം. ഞാൻ അച്ഛനോട് ഭക്ഷണം കൊടുക്കായിരുന്നു. എന്തു പറ്റി ഇത്രയും താമസിക്കാൻ? അച്ഛൻ പുറത്തോട്ട് വരാനൊന്ന് വൈകിയായിരുന്നേ, അതിന്റെ പേരിൽ അമ്മയായിട്ടൊന്ന് ഉടക്കി. ഞാൻ പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച കഴിപ്പിച്ചത്. അപ്പോഴേക്കും വക്കീലിന്റെ വിളി വന്നു. അത് കൊള്ളാം. രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് അച്ഛനങ്ങ് വന്നത്? അല്ലെന്നേ, വന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോയായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അറിയാലോ അല്ലേ? അച്ഛൻ എന്തെങ്കിലും കേസ് ഏൽപ്പിക്കാൻ കാണും. അല്ലാതെ വക്കീലിനെ കാണാൻ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കേസും വക്കാലത്തൊന്നും അല്ല. അച്ഛന്റെ മൂത്ത മകളെ എനിക്ക് കൈപിടിച്ചു തരാൻ സമ്മതമാണെന്ന് പറയാനാ വന്നത്. അച്ഛന്റെ ഇങ്ങനെ വേണ്ടാത്ത ആഗ്രഹങ്ങൾ കാരണം ആ പാവത്തിനൊരു സ്വസ്ഥതയില്ല. ഇവിടെയില്ല. അവിടെ വന്നിട്ടും ഭീഷണിപ്പെടുത്തിയല്ലേ വിട്ടത്. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞതാ പോണ്ടാന്ന്. നടേശൻ സാറിന്റെ വക ഓലപ്പാമ്പല്ലേ? അതൊക്കെ ആരാ കാര്യമായിട്ടെടുക്കുന്നത്? അച്ഛൻ പറയുന്നതനുസരിച്ച് ദേവിക എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാ മതി. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. സിദ്ധു, ഞാൻ സിദ്ധേട്ടാ, എന്റെ അച്ഛൻ ആക്രമിക്കപ്പെട്ടതറിഞ്ഞ് ആഘോഷിക്കല്ലേ? ചന്ദ്ര എന്താ ഈ പറയുന്നേ? അച്ഛൻ ആക്രമിക്കപ്പെട്ടെന്നോ? അതെ, അയാൾ ആ മനോഹരന എന്റെ അച്ഛൻ ആക്രമിച്ചത്. ആ സന്തോഷ വാർത്ത പറയാനല്ലേ ഇപ്പൊ ദേവിക വിളിച്ചത്. അവരോട് പറഞ്ഞേക്ക് ഒന്നിനെ വെറുതെ വിടില്ലെന്ന്.
നിന്റെ അച്ഛൻ ആരാണെന്ന് അവനറിയാൻ പോകുന്നതേ ഉള്ളൂ. പ്രേമിച്ചി, ഹലോ ഹലോ സിദ്ധു. സിദ്ധു, ചന്ദ്ര പറഞ്ഞ ശരിയാണോ? നടേശൻ സാറിനെ ആരെങ്കിലും ആക്രമിച്ചോ? ദേവിക, എനിക്കറിയില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിച്ചോളാം. ഹലോ